നാട്ടിലുള്ള മുഴുവൻ പെൺകുട്ടികളുടെയും പ്രസവാവസ്ഥയും പിന്നെ ആരോഗ്യ പ്രവർത്തകർ ഇത് മറ്റേ ആശുപത്രിയിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന വേറെന്തോ പ്രവർത്തനമാണ് എന്നുള്ള രീതിയിൽ വിലയിരുത്തി സംസാരിക്കാനുള്ള ഒന്ന് വിവരമില്ല, വിവേകമില്ല, പിന്നെ ഇതിനെക്കുറിച്ച് അടിസ്ഥാന ബോധ്യം പോലും ഇല്ല. പണ്ട് ആരോ പറഞ്ഞു കൊടുത്തിട്ടുള്ള വിവരക്കേടുകളൊക്കെ അലങ്കാരമായി കൊണ്ടു നടക്കുന്ന കുറെ വിവരമില്ലാത്തവന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂളാണ്. പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം, ആ സ്ത്രീ അവള് പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചു അവിടെ വെച്ചിട്ടുണ്ട്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വീട്ടിൽ പറയുള്ളൂ തെണ്ടി. എന്റെ ഒരു അമ്മായി നെല്ല് കുത്തിക്കൊണ്ടിരുന്നപ്പോൾ പ്രസവവേദന വന്നത് വിവരമില്ലാത്തോണ്ട് പറയാ. ആ ഒലയ്ക്ക് അങ്ങോട്ടൊന്ന് ചാരി വെച്ചിട്ട് അപ്പുറത്തെ മുറി പോയി കുഞ്ഞിനെ പെറ്റിട്ടിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ട് അമ്മായി ഒരൊറ്റ ചോദ്യ, എന്താണ് ആ ബാക്കി നെല്ലും കൂടെ ഞാൻ കുത്തണോന്ന്. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ പുറമേക്കുള്ള ഗൗരവൊന്നും കണക്കിലെടുക്കണ്ട. ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കി വെക്കും. എന്തൊരു രസമായിരുന്നു ആ കാലഘട്ടമൊക്കെ, എന്തൊരു സുഖമായിരുന്നു, സ്ത്രീകൾ എൻജോയ് ചെയ്യായിരുന്നു. നീ മണ്ടനാടാ. ഈ വാക്കൊക്കെ ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിന്റെ ബുദ്ധിയില്ലായ്മ നീ ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുന്നു. പണ്ട് വളരെ ഈസി ആയിട്ടാണ് പ്രസവം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്, എൻജോയ് ചെയ്തുകൊണ്ടിരുന്നതാണ് എന്നൊരു വിവരമില്ലാത്ത പറഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് കാണും. അല്ല, അത് അബ്നോർമലാണ്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വീട്ടിൽ പറയുള്ളൂ തെണ്ടി. ഒരമ്മച്ചി നെല്ലിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രസവവേദന വന്നു. സ്ത്രീകൾ പോലും സ്ത്രീകളെ മനസ്സിലാക്കാത്ത, അവരുടെ ആരോഗ്യാവസ്ഥയെ പരിഗണിക്കാതിരുന്ന ഒരു കാലഘട്ടം. അത് ഗതികേടായിരുന്നു. ആ അവസ്ഥയെ മനസ്സിലാക്കാനുള്ള മിനിമം കോമൺ സെൻസ് കാണിക്കണം. അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. സുഖപ്രസവം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായാൽ പോലും ഈ അഖിൽമാരാറിന്റെ നിലവാരത്തിലുള്ള കുറെ ബുദ്ധിശൂന്യര് പ്രസവാനന്തരം ആ സ്ത്രീയുടെ ജീവിതം ഏറ്റവും ദുസ്സഹമായ ഒരു അവസ്ഥയിലെത്തിക്കും. ശരീരം മാത്രം വളർന്നിട്ടുള്ളൂ, മാനസികമായിട്ട് ഈ പയ്യൻ വളർന്നിട്ടില്ല. കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കുഞ്ഞിനെ നമുക്ക് വിട്ടുകളയാൻ പറ്റുമോ? പറ്റൂല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതറ്റം വരെയുമ്പോൾ അതിനു വേണ്ടി ഇവിടെ മെഡിക്കൽ സർവീസ് നമ്മൾ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. ഇവനൊക്കെ ഒരേ ഒരു സെൻസേ ഉള്ളൂ, നോൺ സെൻസ്. ആരോഗ്യ പ്രവർത്തകർ വളരെയധികം ശക്തമായിട്ട് പ്രവർത്തിച്ചു. അങ്ങനെ എത്ര കാലങ്ങൾ കൊണ്ട് നമ്മൾ നേടിയെടുത്ത വിവരത്തിനെയാണ് വിവരദോഷികൾ വന്നിരുന്ന് പുല്ലുപോലെ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് കളയുന്നത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ആനൊക്കെ ഏത് നൂറ്റാണ്ടിലാണോ ജീവിക്കുന്നത്? പ്രസവവേദന അഖിൽമാരാർ അനുഭവിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് പുള്ളിക്കിത് പുറമേ നോക്കുമ്പോൾ ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ള പരിപാടിയായി തോന്നി എന്നുള്ളതുകൊണ്ട് ഇതിനെ അങ്ങനെ വിലയിരുത്താനുള്ള യാതൊരു അവകാശവും പുള്ളിക്കില്ല. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? നാട്ടിലുള്ള മുഴുവൻ പെൺകുട്ടികളുടെയും പ്രസവാവസ്ഥയും പിന്നെ ആരോഗ്യ പ്രവർത്തകർ ഇത് മറ്റേ ആശുപത്രിയിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന വേറെന്തോ പ്രവർത്തനമാണ് എന്നുള്ള രീതിയിൽ വിലയിരുത്തി സംസാരിക്കാനുള്ള ഒന്ന് വിവരമില്ല, വിവേകമില്ല, പിന്നെ ഇതിനെക്കുറിച്ച് അടിസ്ഥാന ബോധ്യം പോലും ഇല്ല. മോനെ, ഞാൻ മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. നീ ഒന്നും ഈ ജന്മത്ത് നന്നാവില്ല കേട്ടോ. പൊട്ടന്ന ലോക പൊട്ടൻ.